നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. റെഡ് കാർപ്പറ്റ്. Stay tuned for your favorite celebrity. Yes, അപ്പോൾ റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ ഈ ഒരു ദിവസം വളരെയേറെ സന്തോഷത്തിലാണ് നമ്മളൊക്കെ തന്നെ. വേറൊന്നുമല്ല, 2002 പുറത്തിറങ്ങിയ നമ്മൾ എന്ന ചിത്രത്തിലൂടെ കടന്നു വന്ന് മലയാളികൾക്ക് ഒരുപാട് നല്ല വേഷങ്ങൾ സമ്മാനിച്ച നമ്മുടെ സ്വന്തം പ്രശാന്ത് ഏട്ടനാണ് ഇന്ന് നമ്മുടെ റെഡ് കാർപ്പറ്റിൽ അതിഥിയായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. പ്രശാന്ത് ഏട്ടാ, നമസ്കാരം. നമസ്കാരം. താങ്ക് യു. പ്രശാന്ത് ഏട്ടാ, ഇപ്പോ ഈ ഒരു സമയത്ത് ഞാൻ വിളിക്കുമ്പോൾ ഞാൻ ആദ്യം, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് പരിവാർ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ആ ഒരു ചിത്രം വളരെ നല്ല രീതിയിൽ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ചേട്ടൻ്റെ ഒരു കഥാപാത്രം, ആ ഒരു ക്യാരക്ടറൊക്കെ തന്നെ ഇപ്പോൾ മലയാളി പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ വല്ലാതെ ഇടം പിടിച്ച് കഴിഞ്ഞു. ഇപ്പൊ എന്തൊക്കെയാണ് ചിത്രത്തിന്റെ വിശേഷങ്ങളൊക്കെ? പരിവാർ സെക്കൻഡ് വീക്ക് തേർഡ് വീക്കിലേക്ക് കയറുന്നു. ഓക്കെ. അപ്പം ഇത് സാധാരണഗതിയിൽ മാർച്ച് മാസം എന്ന് പറയുന്നത് സിനിമാക്കാർക്ക് ഭയങ്കര പേടിയുള്ള ഒരു സമയമാണ്. കാരണം പരീക്ഷാ സമയമാണ്. അതെ, തീർച്ചയായിട്ടും. ഫാമിലീസ് ഒന്നും സിനിമ കാണാൻ വരുന്ന ഒരു സമയമല്ല. യെസ്. അതുപോലെ തന്നെ മറ്റു ഓഫീസുകളിലൊക്കെ ആണെങ്കിൽ ഈ ടാർഗറ്റ് ഇയർ എൻഡിങ് ആയതുകൊണ്ട് ടാർഗറ്റിന്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സിനിമയെ ആരും അധികം ഗവനിക്കാത്ത ഒരു പീരീഡാണ് ഈ മാർച്ച് മാസം. തീർച്ചയായിട്ടും. ഫെബ്രുവരി തൊട്ട് ഇങ്ങോട്ട് മാർച്ചിലേക്ക് എത്തുമ്പോഴത്തേന് ഇതൊക്കെ മൂക്കും. അപ്പൊ ആ സമയത്താണ് പരിവാർ റിലീസ് ആവുന്നത്. പരിവാറിന്റെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് ഫാമിലീസ് ആണ്. ഫാമിലി ഓഡിയൻസ് ആണ് നമ്മളുടെ ലക്ഷ്യം. ഒരു ഫാമിലി സ്റ്റോറി ആയതുകൊണ്ട് തന്നെ സന്തോഷകരമായ കാര്യം എന്ന് വെച്ചാൽ ഇത് സെക്കൻഡ് വീക്കിലേക്ക് തിയേറ്ററിൽ ഉണ്ട്. ഇപ്പൊ ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് അറിയുന്നത് ഓരോ ഷോ വെച്ചാണെങ്കിലും ഒരു ഷോ അല്ലെങ്കിൽ 2 ഷോ വെച്ചാണെങ്കിലും തേർഡ് വീക്കിലേക്ക് പോകാൻ വളരെ സാധ്യതകളുണ്ട് എന്നാണ് ഇപ്പം ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ അടുത്തു നിന്ന് അറിയുന്നത്. അപ്പൊ അതൊക്കെ ഇങ്ങനത്തെ ഒരു പ്രതികൂല കാലാവസ്ഥയിൽ ഇങ്ങനത്തെ ഒരു സിനിമ വന്ന് ആഴ്ചകൾ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും. അല്ല, അതിനകത്ത് പ്രശാന്ത് പറഞ്ഞ നെഗറ്റീവ് റിവ്യൂകളിലൊന്നും അങ്ങനെ കാര്യമായി വന്നിട്ടില്ല. ആരും മോശം പറയുന്നില്ല, ഒന്നും തന്നെ ഇല്ല എന്നുള്ളതും വേറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അല്ല, സിനിമയിലുടനീളം ഈ ഫാമിലിയെ പിടിച്ചിരുത്തുക എന്ന് പറഞ്ഞിട്ടുള്ള എന്തൊക്കെയോ കോൺസെപ്റ്റുകൾ ആ സിനിമയിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. നമുക്ക് കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവും ചെയ്യും. നേരത്തെ പ്രശാന്തേട്ടൻ പറഞ്ഞ ഒരു പോയിന്റാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ പ്രതികൂല കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്സവ രാജീവാണെന്നുണ്ടെങ്കിലും ഫഹദ് നന്ദു ആണെന്നുണ്ടെങ്കിലും നമ്മുടെ സംവിധായകര് ഒരു കുഞ്ഞു ചിത്രത്തിലൂടെയാണ് അവർ വരുന്നത്. അപ്പൊ ആ സംവിധായകരിൽ നിങ്ങൾ ആർട്ടിസ്റ്റ് ഓരോരുത്തരും കൊടുത്തിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു വിശ്വാസമുണ്ട്. പ്രതികൂല കാലാവസ്ഥയിലാണെന്നുണ്ടെങ്കിലും പടം പുറത്തിറങ്ങി കഴിഞ്ഞാൽ പ്രേക്ഷകര് സ്വീകരിക്കുന്നുള്ളൊരു വിശ്വാസം കൂടെ അവിടെ ഇല്ലായിരുന്നു ആ ഒരു കാര്യത്തില്. നമ്മൾ ഏത് സിനിമ ചെയ്യുമ്പോഴും നമ്മൾ ഈ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ആ സിനിമകൾ ഇറക്കുന്നത്. തീർച്ചയായിട്ടും. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണമല്ലോ. അല്ലാതെ നമ്മളുടെ ഇഷ്ടം കൊണ്ട് മാത്രം, നമ്മളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്കിത് വീട്ടിലിട്ട് കണ്ടാൽ പോരെ. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള പ്രതീക്ഷയിലാണ് സിനിമകളെല്ലാം ചെയ്യുന്നത്. പിന്നെ നമ്മള് പല ജോണറിലുള്ള സിനിമകളുണ്ട്. ഇപ്പൊ ത്രില്ലർ ജോണറിൽ കിടക്കുന്ന സിനിമകൾക്ക് ഈ പറയുന്ന പോലെ ത്രില്ലർ ആയിക്കോട്ടെ, ഹ്യൂമർ ആയിക്കോട്ടെ, യങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടുന്ന റോം കോം ആയിക്കോട്ടെ, ഇതൊക്കെ ഓരോന്നും ഇറക്കുമ്പോൾ നമ്മൾ ആ ഇറക്കുന്ന സമയത്ത് സാഹചര്യം കൂടെ നോക്കും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പരിവാർ എന്ന് പറയുന്നത് ഫാമിലി എന്നാണ് പരിവാറിന്റെ അർത്ഥം തന്നെ. ഒരു കുടുംബത്തിൽ നടക്കുന്ന ഇച്ചിരി ഒരൽപ്പം 80s കിഡ്സിനൊക്കെ കണക്ട് ആവുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ്. ആ 80s കിഡ്സ് എന്ന് പറയുന്നത് എന്റെയൊക്കെ പ്രായത്തിലുള്ള ആൾക്കാരാണ് ഇന്നത്തെ. നമ്മളുടെ പ്രയോറിറ്റീസ് എന്ന് പറയുന്നത് സിനിമയെക്കാളും കൂടുതൽ നമ്മളുടെ പ്രയോറിറ്റീസ് ഫാമിലിയും കുട്ടികളും ഒക്കെയാണ്. അപ്പം ഈ സമയം പർട്ടിക്കുലർലി ഈ പരീക്ഷകളൊക്കെ നടക്കുന്നതായതുകൊണ്ട് ഇപ്പൊ എന്റെ വീട്ടിലെ അവസ്ഥ തന്നെ എനിക്കറിയാം. എന്റെ ഇളയവൻ 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവരൊരു ക്ലാസ് ടെസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ എന്റെ ഭാര്യ വീടിന് പുറത്തിറങ്ങില്ല. 1ാം ക്ലാസ് ആണ് എങ്കിൽ പോലും നമുക്ക് വേണേൽ ഇഗ്നോർ ചെയ്ത് വിടാവുന്നതാണ്. എങ്കിൽ പോലും അത്ര സീരിയസ് ആയിട്ടാണ് പലരും ഈ എക്സാമുകളെയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സമയത്ത് നമ്മൾ പരിവാർ പോലത്തെ ഫാമിലിയെ മാത്രം എയിം ചെയ്തുകൊണ്ട് വരുന്ന സിനിമകൾക്ക് പറ്റിയൊരു സമയമല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പൊതുവെ ഈ നമ്മുടെ ഈ കോമഡി ഓറിയന്റഡ് ആയിട്ടുള്ള ഫാമിലി ചിത്രങ്ങൾ മലയാള സിനിമയിൽ കുറഞ്ഞു വരുന്നതായിട്ട് പലപ്പോഴും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. പൂർണ്ണമായിട്ടും ഒഴിവാകുന്നു എന്നുള്ളതല്ല, എന്നിരുന്നാൽ തന്നെയും ചെറിയ ഒരു കുറവുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതേപോലെ പരിവാർ പോലെ ഒരേ സമയം ചിരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, അതിൻ്റെ മറ്റൊരു സൈഡിൽ വ്യക്തമായിട്ട് നമ്മളെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും, അല്ലേ? പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, പല കുടുംബങ്ങളിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് വന്നു ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള സിനിമകളുടെ പ്രാധാന്യം കൂടി പറയണം. കാരണം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ലിസണേഴ്സ് ഒരുപക്ഷെ ചിരിക്കാൻ വേണ്ടി മാത്രമല്ല തിയേറ്ററിൽ പോകേണ്ടത്, അതിനുപരിയായിട്ട് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ചിന്തിപ്പിക്കുകയും കൂടി ചെയ്യുന്നുള്ള ഒരു കോൺസെപ്റ്റ് കൂടി ഇല്ലേ ചേട്ടാ? നല്ല ചിരിയുടെ പിന്നില് തീർച്ചയായിട്ടും ഒരു നല്ല ചിന്തയുണ്ടാവും. എങ്കിൽ മാത്രമേ ആ ചിരിക്ക് കാമ്പുണ്ടാവുകയുള്ളൂ. നമ്മള്
വെറുതെ ചിരിക്കുന്ന എത്രയോ സന്ദർഭങ്ങൾ നമ്മളുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ നമ്മൾ ഓർത്തിരിക്കുന്ന ചിരിയുടെ ഒക്കെയും പിന്നിൽ ഒരു ചിന്തയുണ്ടാവും നമ്മളെപ്പോഴും. അപ്പം ചിരിക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ നല്ലൊരു ചിന്തയും കൂടി ഉണ്ടായിരിക്കണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പരിവാറിനകത്ത് അങ്ങനെ ഒരു ചിന്തയുണ്ട്. പിന്നെ മാറി വരുന്ന സാഹചര്യങ്ങളിൽ ഇപ്പൊ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഊഷ്മളതക്കുറവും കണക്ഷൻസും അതിനെയൊക്കെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ട്രോളുന്നതാണ് പരിവാറിന്റെ പ്രധാനപ്പെട്ട ചിരി ഉയർത്തിയ സീനുകളെല്ലാം. അപ്പോ നമ്മൾ അങ്ങനെ ഇരുന്ന് ചിരിക്കുമ്പോ നമ്മള് ചിരിക്കുന്നതിനോടൊപ്പം നമ്മളും ചിന്തിക്കണം, നമ്മളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണോ, നമ്മളും ഇതിന്റെ വേറെ വേറെ വെർഷൻസ് ആണോ യഥാർത്ഥത്തിൽ എന്നുള്ളത് ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പൊ അങ്ങനത്തെ ചിന്ത ഉണർത്താൻ കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു കാര്യമുള്ളത്, ഈ ഒരു ചിത്രത്തിൻ്റെ ചിത്രീകരണമൊക്കെ തന്നെയും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു. വേറൊന്നുമല്ല, പലപ്പോഴും ഞാനൊരു ഏതൊക്കെ ഇൻ്റർവ്യൂവിൽ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു, ഒരു ഫാമിലി, ഒരു വീട്ടിനകത്ത് നമ്മളൊരു 4 ക്യാമറ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ എന്താണോ അതേപോലെയൊക്കെ ചിത്രീകരിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു. അത് ഉത്സവ രാജീവായിരുന്നുണ്ടെങ്കിലും ഫഹദായിരുന്നുണ്ടെങ്കിലും ആ ഒരു കോൺസെപ്റ്റിലായിരുന്നു അവർ. പ്രത്യേകിച്ച് ഈ പറയുന്ന ഷോട്ടുകൾ ആണെന്നുണ്ടെങ്കിലും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും, കൃത്യമായിട്ടുള്ള സ്റ്റാറ്റിക് ഷോട്ടുകളൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവരോടുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു പ്രശാന്ത് ഏട്ടൻ ഉണ്ടായിരുന്നത്? നമ്മള് ഇവര് പുതിയ 2 ആൾക്കാർ സിനിമ ചെയ്യാൻ വരുന്നു എന്ന് പറയാം. പ്രത്യേകിച്ച് ഇവര് പ്രായം കൊണ്ടും വളരെ കുറവാണ്. അതെ, പ്രായത്തിലും വളരെ ചെറുതാണ്, ശരീരത്തിന്റെ വലിപ്പത്തിലാണെങ്കിലും വളരെ ചെറുതാണ്, എക്സ്പീരിയൻസിലാണെങ്കിലും വളരെ ചെറുതാണ്. കാരണം കൊച്ചു 2 പിള്ളേര് സിനിമ ചെയ്യാൻ വരുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പം അവര് ഇന്നത്തെ ജനറേഷനിൽപ്പെട്ട 2 പേര് സിനിമ ചെയ്യാൻ വരുമ്പോൾ നമ്മള് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കോൺസെപ്റ്റും ഒരു ടൈപ്പ് ഓഫ് മേക്കിംഗും ഉണ്ട്. പക്ഷെ ഈ സിനിമയുടെ കാര്യത്തിൽ എത്തുമ്പോൾ അവര് പറഞ്ഞ കഥ തന്നെ നമ്മളുടെ പഴയകാല പ്രിയദർശൻ സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന, സത്യനന്ദകാട് സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കഥയാണ് അവർ പറഞ്ഞത് തന്നെ. അപ്പം ചിലപ്പോ അവര് ആ കഥ ഇന്നത്തെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പുതിയ രീതിയിൽ മേക്ക് ചെയ്യുന്ന ഒരു കഥയായിട്ടായിരിക്കും അവര് ചിലപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ വരിക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ലൊക്കേഷനിൽ അവര് ഈ പറയുന്ന ഷോർട്ട് വൈസ് ഗിമിക്കുകളൊന്നും ഇല്ലാതെ, മേക്കിംഗ് വൈസ് യാതൊരു തരത്തിലുള്ള ഗിമിക്കുകളും ഇല്ലാതെ വളരെ പ്ലെയിൻ ആയിട്ട് ക്യാമറ മൂവ്മെന്റ്സ് പോലും വളരെ കുറവാണ്, സ്റ്റാറ്റിക് ഫ്രെയിംസ് ആണ് കൂടുതലും. അങ്ങനെ വെച്ചുകൊണ്ട് ഇവര് ഷോട്ടുകൾ എടുക്കുമ്പോൾ നമുക്ക് തന്നെ സംശയം വരും, ഇന്നത്തെ കാലത്തെ ഓഡിയൻസിന് ഇത് മതിയായിരിക്കും, നമ്മൾ കുറച്ച് മൂവ്മെന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണ്ടേ, നമ്മൾ കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള ഫ്രെയിമുകൾ നമ്മൾ വെക്കണ്ടേ എന്നൊക്കെ പറയുമ്പോൾ ഉത്സവന്റെയും ഫഹദിന്റെയും ഒരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ, ചേട്ടാ നമ്മള് ഒരു കുടുംബത്തിലേക്ക് നമ്മൾ എത്തി നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജനലിനകത്തോടെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു വീട്ടിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എന്താണോ കാണുന്നത് അതുപോലെ പ്രേക്ഷകൻ കണ്ടാൽ മതി. അതിനകത്ത് സിനിമാറ്റിക് ആയിട്ടുള്ള മറ്റ് കെമിക്കലിന്റെ ഒന്നിന്റെ ആവശ്യമില്ല. നമ്മളൊരു വീട്ടിലോട്ട് നമ്മൾ നിൽക്കുമ്പോൾ എങ്ങനെയാണോ നോക്കുന്നത് അങ്ങനെ പ്രേക്ഷകൻ ആ വീട്ടിലേക്ക് നോക്കുമ്പോൾ അവര് എങ്ങനെയാണോ കാണേണ്ടത് അതുപോലത്തെ ഫ്രെയിമുകളും അതുപോലത്തെ മേക്കിങ്ങുകളും ഒക്കെ മതി ഈ സിനിമയ്ക്ക്. അല്ലാതെ വേറെ ഗിമിക്കുകളൊന്നും വേണ്ട എന്നുള്ളതിൽ അവർ വളരെ ക്ലിയർ ആയിരുന്നു. അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആവുകയും ചെയ്തു. സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ചെയ്തു. ഇപ്പം നമ്മൾ പറയാണ്, ഇപ്പം അത്യാധുനിക എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യണം എന്നൊരു ആവശ്യം ഇവരുടെ ഭാഗത്തുനിന്ന് ഇവർക്കുണ്ടായിരുന്നെങ്കിൽ അത് എത്ര എക്സ്പെൻസീവ് ആണെങ്കിലും അത് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രൊഡക്ഷനാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അല്ലാതെ ഭയങ്കര ബഡ്ജറ്റ് കൺസ്ട്രെയിൻഡ് ആണ്, നമ്മളുടെ പ്രൊഡ്യൂസറിന് പൈസ ഇല്ല അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്തേക്കാം, അങ്ങനെയല്ല. ഇവര് വലിയ വലിയ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആണ് ഫ്രാഗ്രന്റ് നേച്ചേഴ്സ് എന്ന് പറയുന്ന ഫിലിം കമ്പനി. അപ്പം പക്ഷെ ഇവർക്ക് വേണ്ടത് ഇതായിരുന്നു, അവരത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നു. അവരെ സംബന്ധിച്ച് അവരുടെ ഡിജിറ്റൽ വില്ലേജ് എന്നുള്ള ചിത്രം ആ ഒരു കോൺസെപ്റ്റിലായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ വലിയ രീതിയിലുള്ള ക്യാമറ ടെക്നിക്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഷോട്ടുകളൊന്നുമല്ല. അവർ ഈ പറഞ്ഞ ഒരു പഴയ കാലത്തിലേക്കും കൂടെയൊക്കെ നമ്മളെ എപ്പോഴൊക്കെയോ കൊണ്ടുപോകുന്ന തരത്തിലുള്ള ചിത്രമായിരുന്നു. അതുകൊണ്ട് അതും ആ ഒരു കോൺസെപ്റ്റിൽ തന്നെ അവർ ഇതും കംപ്ലീറ്റ് ചെയ്തെന്നുള്ളതാണ്. പിന്നെ പ്രശാന്തേട്ടാ, വരാനിരിക്കുന്ന പ്രോജക്റ്റുകളെ പറ്റി അറിയാനുള്ള ഒരു ആഗ്രഹം ഉറപ്പായിട്ടും കാണും. കാരണം ഞാൻ ഈ പറഞ്ഞില്ലേ, പ്രശാന്തേട്ടനെ സംബന്ധിച്ച് ആ ഒരു ചിത്രത്തിലൂടെ 2002 പുറത്തിറങ്ങിയ ഒരു ചിത്രത്തിലൂടെയാണ് നമുക്കൊക്കെ പരിചിതമായിട്ടുള്ള ഈ ഒരു മുഖം നമ്മുടെയൊക്കെ മനസ്സിൽ പതിയുന്നത്, നമ്മൾ എന്ന ചിത്രം. അപ്പോൾ അതിനുശേഷം ഒരുപാട് കഥാപാത്രങ്ങൾ വന്നുപോയി. പക്ഷേ ഈ റീസെൻ്റ്ലി ചെയ്യുന്ന പല കഥാപാത്രങ്ങളും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ പതിയാറുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, വരാനിരിക്കുന്ന കഥാപാത്രങ്ങളെ പറ്റി അല്ലെങ്കിൽ വരാനിരിക്കുന്ന പ്രോജക്റ്റുകളൊക്കെ പറ്റി എന്താണ് ഡിസ്കഷനൊക്കെ നടക്കുകയാണോ? ഞാൻ ഈ പറഞ്ഞ പോലെ 2002 വന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ഈ അടുത്ത കാലത്താണ് ആൾക്കാർ ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള
വേഷങ്ങളിലേക്ക് എത്തുന്നത്. അതിന് മധുരരാജയും ഓപ്പറേഷൻ ജാവയും ഈവൻ ഞാൻ ലീഡ് ചെയ്ത പുരുഷപ്രേതവും പിന്നെ ആൾക്കാരെ കൂടുതൽ ശ്രദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എങ്കിലും ഈ പറഞ്ഞ ഫുൾ ലെങ്ത് വേഷങ്ങൾ, ഇപ്പൊ പരിവാറിനകത്ത് ഒരു ഫുൾ ലെങ്ത് വേഷമായിരുന്നു. അതിനുശേഷം ഞാനിപ്പോ ചെയ്തേക്കുന്നൊന്നും അങ്ങനെ ഫുൾ ലെങ്ത് വേഷമുള്ള ക്യാരക്ടേഴ്സ് അല്ല. മരണമാസിൽ ഞാനൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സർക്കിട്ട് എന്ന് പറയുന്ന ആസിഫ് അലി ചിത്രത്തിലും ഞാനൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ഇപ്പോൾ ഏപ്രിൽ മാസം റിലീസ് ആവാനിരിക്കുന്ന സിനിമകൾ. ഈ രണ്ട് സിനിമകളും പ്രേക്ഷകരെ രണ്ട് രീതിയിൽ എന്റർടൈൻ ചെയ്യുന്ന സിനിമകളായിരിക്കും. മരണമാസ് ഒരു ഫൺ റൈഡ് ആയിരിക്കും പ്രേക്ഷകർക്ക് നൽകുന്നതെങ്കിൽ സർക്കിട്ട് ഏറെ പ്രേക്ഷകനെ ചിന്തിപ്പിക്കുന്ന, വളരെയധികം മൊമെന്റ്സ് സമ്മാനിക്കുന്ന ഒരു മനോഹരമായ സിനിമയായിരിക്കും സർക്കിട്ട്. തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. എല്ലാ സിനിമകൾക്ക് വേണ്ടിയും വെയിറ്റ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്കിലേ സിനിമാ വ്യവസായം വളരുകയുള്ളൂ, നല്ല സിനിമകൾ ഉണ്ടാവുകയുള്ളൂ, നല്ല പ്രേക്ഷകർ ഉണ്ടാവുകയുള്ളൂ. ഈ 23 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതിലുപരിയായിട്ട് ഞാനൊക്കെ സിനിമ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. ഡയറക്ഷനൊക്കെ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് കിടക്കുന്ന വലിയൊരു ആഗ്രഹമാണ് ഒരു സിനിമ സംവിധാനം ചെയ്യാൻ. കുറേ നാൾ അതിൻ്റെ പുറകെയൊക്കെ ആയിരുന്നു. അപ്പോൾ എന്നെപ്പോലെ സിനിമ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് അഭിനയമാണെന്നുണ്ടെങ്കിലും സംവിധാനമാണെന്നുണ്ടെങ്കിലും റൈറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ മേഖലയിൽ പല ഫീൽഡ് ആയിക്കോട്ടെ, ഒത്തിരി ഏത് ഫീൽഡ് ആയിക്കോട്ടെ. പക്ഷേ അവിടെയൊക്കെ ഞാൻ ചിന്തിക്കുമ്പോൾ ഉണ്ടല്ലോ, പ്രശാന്ത് ഏട്ടൻ്റെ ഇൻ്റർവ്യൂസ് കാണുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ചേട്ടനെ പറ്റി കൂടുതൽ നമ്മൾ അറിയുമ്പോഴാണെന്നുണ്ടെങ്കിലും അറിയാൻ ശ്രമിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലൊക്കെ ഈ 23 വർഷത്തിൽ ഒരിക്കലും പ്രശാന്ത് ഏട്ടൻ ഡൈവേർട്ടായി പോയിട്ടില്ല. കിട്ടുന്ന വേഷങ്ങൾ എന്താണോ ആ കിട്ടുന്ന വേഷങ്ങളിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് അതിൽ നിന്ന്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മോട്ടിവേഷൻ്റെ ഒരു സംഭവം കൂടി ഉണ്ട് അതിൻ്റെ ഒരു സൈഡിൽ. അപ്പോൾ പുതുതായിട്ട് ഇപ്പോൾ എന്നെപ്പോലെ സിനിമ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ സിനിമയിലേക്ക് വരണമെന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ഇതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നാൽ മാത്രമേ ഇതിൽ ഫ്യൂച്ചർ ഉള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റ് കൂടി ഇല്ല. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഈ പറഞ്ഞ ഒരാളുടെ ജീവിതം അയാളുടെ മാത്രമാണ്, ഒരാളുടെ യാത്രകൾ അയാളുടെ മാത്രമാണ്, ഒരാളുടെ ജീവിത വിജയത്തിലേക്കുള്ള വഴികളും അയാളുടെ മാത്രമാണ്. എല്ലാവർക്കും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലൈഫാണല്ലോ. ഞാൻ എന്നെ മനസ്സിലാക്കിയത് വെച്ചിട്ട് എനിക്ക് തന്നെ അറിയാം, ഞാൻ കംഫോർട്ട് സോൺ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ടെലിവിഷനിലാണ് ഞാൻ എന്റെ ജീവിതം തുടങ്ങുന്നത്. ടെലിവിഷനിൽ വന്നപ്പോൾ എനിക്ക് എന്റെ മുഖം ടിവിയിൽ വരുന്നുണ്ട്, എന്നെ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്, എനിക്ക് നല്ല വരുമാനം കിട്ടുന്നുണ്ട്, എവിടെ ചെന്നാലും ഞാൻ അംഗീകരിക്കപ്പെടുന്നുണ്ട്. അതെനിക്കൊരു കംഫർട്ട് സോൺ ആയിരുന്നു. പക്ഷെ സിനിമ എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ഞാൻ വിചാരിച്ചു ടിവിയിൽ നിൽക്കുമ്പോൾ വരുമാനം ഉണ്ടല്ലോ, ഈ വരുമാനം വെച്ചുകൊണ്ട് തന്നെ ഞാൻ ആ സിനിമയിലേക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞ് ഞാൻ കുറെ കാലം പോയപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് ഈ 2 വള്ളത്തിൽ കാല് ചവിട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഈ ടിവിയും ടി വി പ്രോഗ്രാമും ഈ വരുമാനവും സേഫ് സൈഡാക്കി നിർത്തിക്കൊണ്ട് സിനിമയ്ക്ക് വേണ്ടി ശ്രമിക്കാമെന്ന് വെച്ചാൽ നമ്മൾ ഇത് കഴിഞ്ഞിട്ടുള്ള സമയമേ നമുക്ക് സിനിമയ്ക്ക് വേണ്ടി കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ എന്റെ യാത്രയിൽ എനിക്ക് അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. പറ്റാതെ വന്നപ്പോഴാണ് ഞാൻ ടി വി ഉപേക്ഷിച്ചത്. ടി വി ഉപേക്ഷിച്ച് ഏകദേശം 10 വർഷത്തോളം ഞാൻ സിനിമയ്ക്ക് വേണ്ടി വലിയ റിസൾട്ട് ഒന്നും ഇല്ലാതെ ശ്രമിച്ചു. അത് എനിക്ക് വഴി അറിയാതെ പോയതുകൊണ്ടുള്ള പ്രശ്നമാണ്. എങ്ങനെ ഇതില് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ ക്യാരക്ടേഴ്സിലേക്ക് എത്തണം എന്നുള്ളതിനെ പറ്റി എനിക്ക് കാര്യമായിട്ട് അറിയത്തില്ലായിരുന്നു. പിന്നെ എന്റെ രൂപവും അന്ന് ചിലപ്പോൾ ക്യാരക്ടേഴ്സിന് പറ്റിയൊരു രൂപവും അല്ലായിരുന്നിരിക്കാം. രൂപത്തിൽ മാറ്റം വരുത്തിയില്ല, രൂപത്തിൽ മാറ്റം വന്നു. അതായത് പ്രായം കൂടുന്നതനുസരിച്ചും നമ്മുടെ അലച്ചിൽ കൂടുന്നതനുസരിച്ചും നമ്മുടെ ശരീരം ശ്രദ്ധിക്കാതാവുമ്പോൾ നമ്മുടെ മുടി കൊഴിയുകയും നമ്മുടെ ശരീര ഘടനയിൽ മാറ്റം വരികയും ഒക്കെ വന്നപ്പോ ചിലപ്പോൾ ഞാൻ കൂടുതൽ കൂടെ ഈ സമയമായിരിക്കും എന്നെ കുറച്ചുകൂടെ ക്യാരക്ടറായിട്ട് ഡയറക്ടേഴ്സിന് പ്ലേസ് ചെയ്യാൻ പറ്റും. ഞാൻ തിരിച്ചറിഞ്ഞ ഒരേ ഒരു കാര്യം, കംഫോർട്ട് സോണിൽ നിന്നുകൊണ്ട് നമ്മളുടെ സ്വപ്നത്തിലേക്ക് യാത്ര ചെയ്യാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ ആദ്യം ചെയ്തത്. ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ശ്രമിക്കാനും, എന്റെ കംഫർട്ട് സോൺ പോയി, എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന സ്ഥിര വരുമാനം ഇല്ലാതെയായി, എനിക്ക് വരുമാനമേ ഇല്ലാതെയായി, എനിക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഇല്ലാതെയായി. അപ്പൊ അതൊക്കെ വന്നപ്പോൾ ഉണ്ടായ ഒരു പെടച്ചിലുണ്ടല്ലോ ഉള്ളിന്റെ ഉള്ളിൽ, നാളെ എന്താവും എന്ന് പറയുന്നൊരു പെടച്ചിലിൽ നമ്മള് നമ്മുടെ ശരീരത്തിലെ ഓരോ അണുക്കളും രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ ഓട്ടപ്പാച്ചിലില് ഞാൻ കാണുകയും സംസാരിക്കുകയും ചെയ്ത് എന്റെ സ്വഭാവത്തിലും ആ ഒരു അവസ്ഥയിൽ മാറ്റങ്ങൾ വരും. നമ്മളുടെ ഈഗോ ഭയങ്കരമായിട്ട് പോകും, നമ്മളുടെ വാശികൾ അറിയാതെ ഇല്ലാതെയാവും, നമ്മളുടെ അഹങ്കാരങ്ങൾ അറിയാതെ ഇല്ലാതെയാവും, നമ്മള് സ്വാഭാവികമായിട്ടും ജെന്യൂനിറ്റിയിലേക്ക് നമ്മൾ എത്തും.
ഭയങ്കര ജെനുവിനായിട്ട് ആൾക്കാർ ഇടപെടാനൊക്കെ തുടങ്ങി. മീൻസ് അതെന്ന് പറഞ്ഞാൽ എന്റെ ഈ ഒരു കഷ്ടപ്പാടിന്റെ അവസരം മറ്റൊരാളുടെ സഹായം ഇല്ലാതെ അല്ലെങ്കിൽ മറ്റു ആൾക്കാർ നമ്മളെ സഹായിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള അവസരം വരുമ്പോൾ നമ്മളുടെ സ്വഭാവത്തിലൊക്കെ ഉണ്ടാകുന്ന ഒത്തിരി മാറ്റങ്ങളുണ്ട്. ഇതെല്ലാം കൂടി എന്നെ സഹായിച്ചിട്ടുണ്ടാവും ഇങ്ങനെ നിന്നുള്ള ഒരു ശ്രമത്തിന്റെ പുറത്ത്. അപ്പൊ എന്റെ ലക്ഷ്യം ഭയങ്കര ഫോക്കസ്ഡ് ആയി നമ്മളുടെ ഇതിലേക്ക് നല്ല ക്യാരക്ടേഴ്സിലേക്ക് അല്ലെങ്കിൽ ആൾക്കാർ റെസ്പെക്ട് ചെയ്യുന്ന ഒരു നടൻ എന്ന നിലയിലേക്ക് പോകാനായിട്ട് ഒക്കെ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. തീർച്ചയായിട്ടും. അപ്പോ ഇതെല്ലാം കൂടെ വന്നപ്പോൾ ഉണ്ടായി വന്ന റിസൾട്ട് ആയിരിക്കും ഇപ്പോൾ ഇതും ഫൈനലായി എന്ന് അതിന് യാതൊരു അർത്ഥവും ഇല്ല. കാരണം എത്രയോ വർഷങ്ങൾ മുമ്പോട്ട് കിടക്കുന്നു ഇനിയും. ഉറപ്പായിട്ടും എത്രയോ കഥാപാത്രങ്ങളല്ലേ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്നും കൂടുതൽ നല്ല വേഷങ്ങളിലേക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള വേഷങ്ങളിലേക്കും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളുടെ പെർഫോമൻസുകൾ ആൾക്കാർ അംഗീകരിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ മുന്നോട്ട് പൊക്കോണ്ടേയിരിക്കണം. എത്രയോ കാലം നമ്മൾ തിരിച്ചറിഞ്ഞതും മനസ്സിലാക്കിയതും ഒന്നും നമ്മൾ മറന്നു പോകാതെ വീണ്ടും വീണ്ടും അതേ ശ്രമങ്ങൾ മുന്നോട്ട് തുറന്നുകൊണ്ട് പൊക്കോണ്ടേയിരിക്കണം. ഉറപ്പായിട്ടും ഈ റിയാലിറ്റി ഷോ ശരിക്കും ഒരു കംഫർട്ട് സോൺ തന്നെ ആയിരുന്നല്ലേ ആ ഒരു രീതിയിൽ. അന്ന് അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ഒരു കംഫർട്ട് സോണിൽ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നേനെ. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രശസ്തിയും പണവുമാണെന്നുണ്ടെങ്കിൽ അത് മതി. അതെ തീർച്ചയായിട്ടും. കാരണം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ജനങ്ങൾ ഇപ്പൊ ടെലിവിഷനിൽ വരിക എന്ന് പറഞ്ഞാൽ സിനിമയെക്കാളിലും കൂടുതൽ ആൾക്കാർ കാണുകയും തിരിച്ചറിയുകയും ചെയ്യുന്നത് ടെലിവിഷനിൽ വരുന്ന സെലിബ്രിറ്റീസിനെയാണ്. ഉറപ്പായിട്ടും അവർക്ക് വീട്ടിലെ ഒരാളെ പോലെ തന്നെ തോന്നും. അപ്പൊ നമുക്ക് എവിടെ ചെന്നാലും ഈ അംഗീകാരവും സ്നേഹവും കിട്ടും. നമുക്ക് വരുമാനമുണ്ട്, നമുക്ക് നല്ല പണം കിട്ടിക്കൊണ്ടേയിരിക്കും. അതൊരു സ്ഥിര ഇൻകം ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതൊരു ഭയങ്കര കംഫർട്ട് സോണാണ്. കറക്റ്റ് രാവിലെ എല്ലാ ദിവസവും ഷൂട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, ഷെഡ്യൂൾ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ എന്താന്ന് വെച്ചാൽ നമുക്ക് ആഗ്രഹിക്കുന്നതെല്ലാം നമ്മുടെ കയ്യിലേക്ക് എത്തും. നമ്മൾ പണവും പ്രശസ്തിയും ഒക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതെല്ലാം കൃത്യമായി കയ്യിലോട്ട്. പക്ഷെ സിനിമയിൽ രക്ഷപ്പെടുക, സിനിമയിൽ ശ്രദ്ധിക്കപ്പെടുക എന്നൊക്കെ പറയുന്നതിന് വേറെ തരത്തിലുള്ള ഒരു ഡെഡിക്കേഷനും ഫോക്കസും ആവശ്യമാണ്. അത് ഇത്ര ഈസി ആയിട്ട് നടന്നു എന്ന് വരും. അപ്പൊ നമുക്ക് പലതും ത്യജിക്കേണ്ടതായിട്ട് വരും, പലതും വേണ്ടാന്ന് വെക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതൊരു സ്ട്രഗിളാണ്. അതെടുത്തിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഇന്ന് നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന എല്ലാവരും. അതിനകത്ത് സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വന്നിട്ടുള്ള ആൾക്കാരെന്നോ സിനിമ ബാക്ക്ഗ്രൗണ്ടിലൂടെ വന്ന ആൾക്കാരെന്നോ ഒന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. എങ്ങനെ വരുന്ന ആളാണെങ്കിലും അയാൾക്ക് സക്സസ് ആയിട്ടുള്ള ഒരു കരിയറിലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന സ്ട്രഗിളും ഡെഡിക്കേഷനും രണ്ട് തരത്തിൽ വരുന്ന ആൾക്കാർക്കും ഉണ്ടാവും. ഉറപ്പായിട്ടും എനിക്ക് മാത്രമേ കംപ്ലീറ്റ് നിൽക്കാൻ പറ്റുന്നുള്ളൂ. ഈ ഫാമിലി മാൻ കൂടിയാണ് കേട്ടോ. ഫാമിലി മാൻ ആയതുകൊണ്ട് ഈ 10 വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതായത് 10 വർഷത്തെ ഗ്യാപ്പ് അല്ല, 10 വർഷത്തെ പെർഫെക്റ്റ്ലി സ്ട്രഗിളിംഗ് എന്ന് ചേട്ടൻ പറഞ്ഞു. പെട്ടെന്ന് ഈ റിയാലിറ്റി ഷോ ഒക്കെ മതിയാക്കി വന്നപ്പോൾ ഫാമിലിയുടെ ഒരു റെസ്പോണ്ട് ഒക്കെ എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ സിനിമയിലേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞു. കാരണം ഫാമിലിക്ക് എന്റെ ഒരു ആഗ്രഹങ്ങൾ അറിയാം, ഞാൻ കൊതിക്കുന്നത് എന്താണെന്നറിയാം. അവര് എന്നെ ഈ നിമിഷം വരെയും സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. കാരണം ഇപ്പം ഞാൻ എന്റെ വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വരുമാനം ഇല്ലാതായപ്പോൾ എന്റെ ഭാര്യ ഒരു വരുമാനത്തിലേക്ക് എത്താൻ ഭയങ്കരമായിട്ട് ശ്രമിക്കും. പുള്ളിക്കാരി റെസ്പെക്ടബിൾ ആയിട്ടുള്ള ഒരു ജോബിലേക്ക് എത്തി. പുള്ളിക്കാരിയുടെ വരുമാനം ഞങ്ങളുടെ ഫാമിലിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പൊ എനിക്ക് കുറച്ചും കൂടെ ഫ്രീഡം കിട്ടി. എന്റെ പേരൻസ് ആണെങ്കിൽ എന്റെ ഫാദറാണ് എന്നോട് ഈ പറഞ്ഞ മേഖല തിരഞ്ഞെടുക്കാൻ പറഞ്ഞത്. എന്റെ മദറിന് മാത്രമാണ് ഈ സംഭവം. മദർ സ്ഥിര വരുമാനത്തിൽ ജോലി ചെയ്ത് വന്ന ഒരാളാണ്. പുള്ളിക്കാരിക്ക് മാത്രമുള്ളായിരുന്നു ഒരു സംശയം, എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു മേഖലയിൽ നമുക്കൊരു പരിചയമില്ല, നമുക്കൊരു എക്സ്പീരിയൻസും ഇല്ല, ഇതിൽ രക്ഷപ്പെടുവോ, കുറെ കാലം കഴിയുമ്പോൾ പരാജയപ്പെട്ട് തിരിച്ചു വന്നാൽ പിന്നെ എന്ത് ജോലി ചെയ്യും എന്നൊക്കെയുള്ള ആകുലതകൾ അമ്മമാർക്കുണ്ടാവും. അതിനകത്ത് കുറ്റം പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും. അപ്പം പക്ഷെ അതല്ല, ഇപ്പൊ എല്ലാവരും ഹാപ്പിയാണ്. ഇനിയിപ്പോ ഹാപ്പി അല്ലെങ്കിൽ പോലും അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇനി എനിക്ക് ഇതേ ചെയ്യാൻ പറ്റും എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ശരിക്കും കലോത്സവ വേദികളിലൊക്കെ ഒരു പങ്കാളിത്തമൊക്കെ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും. ഞാൻ അങ്ങനെയാണ് തുടങ്ങിയത് തന്നെ. ഞാന് 6ാം ക്ലാസ്സിലാണ് ഞാൻ 1ാം ക്ലാസ്സോ 2ാം ക്ലാസ്സോ മുതൽ ഞാൻ സ്റ്റേജിലൊക്കെ കയറുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട്. പക്ഷെ സ്വന്തമായിട്ട് ട്രെയിൻ ചെയ്ത് സ്വന്തമായിട്ട് ചെയ്യാൻ പോകുന്നതിനെ പറ്റി ധാരണയോടുകൂടി ഞാൻ സ്റ്റേജിൽ കയറുന്നത് 6ാം ക്ലാസ്സിലാണ്. മിമിക്രി, മോണോ ആക്ട്, ടാബ്ലോ, ഫാൻസി ഡ്രസ് മുതലായ ഇനങ്ങൾ എന്റെ സ്ഥിരം 10ാം ക്ലാസ് വരെ 1ാം സമ്മാനം കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഇവന്റ് ആണ്. എല്ലാത്തിനും അങ്ങനെ പോയി. പിന്നെ കോളേജ് ഞാൻ +1ഉം +2ഉം ബോംബെയിലായിരുന്നു. അപ്പം ഭാഷയുടെ പ്രശ്നം കാരണം അവിടെ സ്റ്റേജിലൊന്നും കയറാൻ പറ്റിയില്ല. പിന്നീട് തിരിച്ച് ഡിഗ്രിക്ക്
കേരളത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നപ്പോഴാണ് വീണ്ടും സ്റ്റേജ് പരിപാടികളൊക്കെ ആയിട്ട് കയറും. അവിടെ നിന്നിട്ട് ഹിന്ദി പഠിച്ചില്ല? ഹിന്ദി പഠിച്ചെങ്കിലും നമുക്ക് ഹിന്ദി ആക്ടേഴ്സിന്റെ സൗണ്ട് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്ത് പഠിക്കാൻ ഇച്ചിരി പാടാണല്ലോ. പിന്നെ മോണാക്ട് എന്നൊക്കെ പറഞ്ഞ ഒരു സബ്ജക്ട് മൊത്തം നമ്മൾ ഹിന്ദിയിൽ ചെയ്യണ്ടേ. അത്രയ്ക്കൊന്നും അറിവ് കിട്ടിയില്ല. പക്ഷെ അന്ന് ആ 2 വർഷം അവിടെ നിന്നതിന്റെ ബലത്തിലാണ് എനിക്ക് ഒരു ഹിന്ദി സിനിമ വന്നപ്പോൾ ഞാൻ ആ ഹിന്ദി സിനിമയിൽ ഓഡിഷൻ കൊടുത്തതും എനിക്ക് ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഗുണം അവിടെ നിന്നുകൊണ്ട് കിട്ടി. അതാണ് ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കോംപ്ലിമെന്റ് ചെയ്യാനുണ്ടാവും എന്നുള്ളൊരു തിരിച്ചറിവ്. ഞാൻ അത്ഭുതത്തോടെയാണ് അത് ഓർത്തത്. എനിക്ക് അന്ന് ഹിന്ദി അറിയത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പടത്തിൽ ഇങ്ങനെ അഭിനയിച്ചിരുന്നു ഞാൻ ഓർത്തു. അതെ. പരിചയപ്പെടുന്ന ഓരോ വ്യക്തികളും ലൈഫിൽ ഓരോ എക്സ്പീരിയൻസ് തന്നിട്ടായിരിക്കും പോവാന്ന് പറയും പോലെ ഓരോ സ്ഥലങ്ങളും ഓരോ ദിവസവും കറക്റ്റ് എക്സ്പീരിയൻസ് തന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഒരുപാട് കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും പേഴ്സണലി ചിലർക്ക് ചില കഥാപാത്രങ്ങൾ ഇഷ്ടമായിരിക്കും. ഇപ്പോൾ പോലീസ് വേഷം കൈകാര്യം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പോലീസ് വേഷത്തിൽ ഞാൻ ഓക്കെ ആയിരിക്കും, ഇത് ഞാൻ പൊളിക്കും. അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരു ഫാമിലി മാനായിട്ട് നിൽക്കുന്ന കഥാപാത്രം, അല്ലെങ്കിൽ കുറച്ച് കള്ളത്തരങ്ങളൊക്കെ ഉള്ളൊരു കഥാപാത്രം. അപ്പോൾ പ്രശാന്ത് ഏട്ടൻ അങ്ങനെ ഒരു കഥാപാത്രം കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനൊരു കഥാപാത്രമാണ് എനിക്കിഷ്ടം എന്നെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്കോ? അതായത് പോലീസ് വേഷങ്ങളാണോ കൈകാര്യം ചെയ്യാൻ കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ നെക്സ്റ്റ് വരാനിരിക്കുന്ന ഒരു കഥാപാത്രത്തെ പറ്റി എപ്പോഴെങ്കിലും എക്സ്പെക്ട് ചെയ്യാറുണ്ടോ? ഞാൻ എല്ലാ കാലത്തും ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു സിനിമയുടെ 1 ലൈനിൽ തന്നെ വരുന്ന മെയിൻ കഥാപാത്രങ്ങളിൽ ഒന്ന് കിട്ടണം എന്നുള്ളതാണ്. അത് ഇങ്ങനെ ആയിരിക്കണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. ചെയ്യുന്ന ക്യാരക്ടർ സിനിമയിൽ ആ കഥാപാത്രം എന്തെങ്കിലും ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എല്ലാ കാലത്തും ആഗ്രഹിച്ചേക്കുന്നത്. തീർച്ചയായിട്ടും. അത് എന്നെ സംബന്ധിച്ച് ഞാൻ എന്റെ ജീവിതത്തിനകത്ത് ഈ കാലയളവിൽ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും എനിക്ക് തന്നിട്ടുണ്ട്. ചിലപ്പോൾ എത്രയോ കാലങ്ങൾ വെറുതെ ഇരുന്ന് ആകെ മടുപ്പിലിരിക്കുമ്പോഴായിരിക്കും എനിക്കൊരു ചെറിയ വേഷം കിട്ടിയിട്ടുണ്ട്. ആ ചെറിയ വേഷം ചെയ്തു എന്നുള്ള സന്തോഷത്തിൽ എന്റെ എത്രയോ ദിവസങ്ങൾ ഞാൻ സന്തോഷത്തോടെ ഇരുന്നിട്ടുണ്ടാവും. അപ്പം മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു ആക്ഷൻ ഹീറോ ബിജുവും മധുരരാജയും ഓപ്പറേഷൻ ജാവയും പുരുഷപ്രേതവും ജോണി എസും അങ്ങനെ കയ്യിൽ എണ്ണാവുന്ന കുറച്ച് സിനിമകളെ മറ്റുള്ളവരുടെ കണ്ണിൽ കാണത്തുള്ളൂ. എങ്കിലും ഞാൻ എന്റെ 23 വർഷത്തെ സിനിമാ ജീവിതത്തിനകത്ത് അഭിനയിച്ചിട്ടുള്ള എല്ലാ വേഷങ്ങളും എനിക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷവും ഗുണങ്ങളും പാഠങ്ങളും വേദനകളും തന്നിട്ടുണ്ട്. എല്ലാം എക്സ്പീരിയൻസുകളാണ്. സോ എന്റെ മുമ്പിലും ഞാൻ ഇനി മുന്നോട്ടും ആഗ്രഹിക്കുന്നത് എനിക്ക് എന്നെ ആവശ്യമുള്ള, അല്ലെങ്കിൽ ഞാൻ പോലും തിരിച്ചറിയാത്ത എന്റെ ചില കഴിവുകളും എന്റെ ചില സ്കില്ലുകളും ഉണ്ട്. അത് നമ്മളെക്കാളിലും തിരിച്ചറിയുന്നത് നല്ല സംവിധായകരാണ്, നല്ല തിരക്കഥാകൃത്തുക്കളാണ്. അപ്പം ഞാൻ ഒരിക്കലും സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത വേഷങ്ങളാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ എന്നെ പറ്റി മനസ്സിലാക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഒരു തിരക്കഥാകൃത്ത സംവിധായകനോ ഇയാൾക്ക് അത് നന്നായി ചേരും, ഇയാളുടെ മുഖത്ത് അല്ലെങ്കിൽ ഇയാളുടെ ശരീരഭാഷയിൽ അങ്ങനെ ഒരു ട്രേസ് കിടപ്പുണ്ട്, അത് നമുക്ക് ഇതിനെ ഉപയോഗിക്കാം, അയാളെ ഇങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ കഥാപാത്രങ്ങളിലേക്ക് അവർ നമ്മളെ കൊണ്ട് വെക്കുകയാണ്. അപ്പൊ അങ്ങനെ അവർക്ക് വെക്കാൻ പറ്റുന്ന ധാരാളം കഥാപാത്രങ്ങളിലേക്ക് ഞാൻ എത്തിപ്പെടണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, ജനങ്ങളെ എന്റർടൈൻ ചെയ്യുന്ന രീതിയിൽ ചെയ്തു തീർക്കുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം. അപ്പം അത് ചെയ്യാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി, അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടുകൂടി തന്നെ ഞാൻ എന്റെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും സൈഡിൽ നിന്ന് ആ ഒരു പ്രാർത്ഥനയുണ്ട് കേട്ടോ. കാരണം ഞാൻ ഉൾപ്പെടെയുള്ള പ്രശാന്ത് ഏട്ടനെ ഇഷ്ടപ്പെടുന്ന ഓരോ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത് ഒരു ത്രൂ ഔട്ട് വേഷം. ആ വേഷത്തിൽ പ്രശാന്ത് ഏട്ടൻ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ചില കഴിവുകളുണ്ട്. ഇപ്പോൾ ഇന്ദ്രൻ സേട്ടനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യകാലങ്ങളിൽ കോമഡി മാത്രം ചെയ്തുകൊണ്ടിരുന്നൊരു മനുഷ്യൻ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഭയങ്കരമായിട്ടുള്ള ആ ഒരു സ്കില്ല് സീരിയസ് കഥാപാത്രങ്ങളിലോട്ട് വന്ന് നമ്മളൊക്കെ ഞെട്ടിപ്പിച്ചു. സുരാജ് ഏട്ടൻ നമ്മളൊക്കെ ഞെട്ടിപ്പിച്ചു ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ. അതൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു സംവിധായകൻ്റെയോ തിരക്കഥാകൃത്തിൻ്റെയോ മനസ്സിൽ തോന്നി ആ ഒരു ക്യാരക്ടറിന് വേണ്ടി പ്ലേസ് ചെയ്ത് അവരുടെ ആ ഒരു സ്കില്ലൊക്കെ പുറത്തോട്ട് വന്ന് നമ്മളൊക്കെ ഞെട്ടിയതാണ്. അതേപോലെ വളരെ സീരിയസ് ആയിട്ടുള്ള നമ്മളൊക്കെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രം എത്രയും പെട്ടെന്ന് പ്രശാന്ത് ഏട്ടനെ തേടി വരട്ടെ എന്നുള്ളൊരു ആഗ്രഹവും പ്രാർത്ഥനയൊക്കെ നമുക്കുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഉണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് പ്രശാന്ത് ഏട്ടാ. ഈ ഒരു തിരക്കിനിടയിലും ചിത്രത്തിന്റെ തിരക്കുകളുമായിട്ട് നിൽക്കുകയാണ്. അതിനിടയ്ക്ക് ഒരുപാട് ഇന്റർവ്യൂസ് കൊടുക്കുന്നുണ്ട്, പലതൊക്കെ നമ്മളും കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിലേക്ക്. അപ്പോൾ അതിനിടയ്ക്ക് ആശ്ര FM 90 നമ്മുടെ ഈ റെഡ് കാർപ്പറ്റ് എന്നിട്ടുള്ള സെലിബ്രിറ്റി ചാറ്റ് ഷോയിൽ എത്താനും ഇത്രയും നേരം നമ്മളോടൊക്കെ പങ്കിടാനും സാധിച്ചതിൽ വന്ന് സമയം കണ്ടെത്തിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതിലുപരിയായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രശാന്ത് ഏട്ടൻ്റെ 23 വർഷത്തെ ഈ ഒരു യാത്രയെ പറ്റി നമ്മൾ ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, കുറച്ച് സ്ട്രഗിളിങ്ങിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. സേഫ് സോണിൽ നിൽക്കാതെ അവിടെ നിന്ന് ചാടി ഇറങ്ങി കുറേ നാള് എല്ലാ ജീവിതത്തിലെ ഓരോ ഇമോഷൻസും വന്നത് അല്ലേ, നമുക്ക് ഈ പറയുന്ന ജെന്യുവിനായിട്ട് പെരുമാറുക, ഈഗോ മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ പ്രശാന്ത് ഏട്ടൻ പറഞ്ഞപ്പോൾ ആഗ്രഹിക്കുന്ന മേഖലയിലോട്ട് എത്താൻ
വേണ്ടി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ ഉറപ്പായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ടാവും. എനിക്കത് നന്നായിട്ട് കണക്റ്റായി. എന്നോടൊപ്പം ഇവിടെ ഇരുന്നിട്ടുള്ള നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ അജിത്തും ഈ പറഞ്ഞ പോലെ ഇന്റർവ്യൂവിൽ ഇങ്ങനെ കണ്ണടച്ചിരിക്കുകയായിരുന്നു. കാരണം എല്ലാവരും സ്ട്രഗിൾ ചെയ്ത് ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് എത്തി ഇനിയും ആ മേഖലയിൽ ഏറ്റവും മികച്ചതാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മോട്ടിവേഷനോട് തന്നെയാണ് പ്രശാന്ത് ഏട്ടൻ്റെ ഇന്റർവ്യൂവിൻ്റെ കാര്യം സംസാരിച്ചപ്പോൾ ഈ ഇന്റർവ്യൂ ഞാൻ തന്നെ എടുക്കാം എന്ന് ഞാൻ പറഞ്ഞത്. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എനിക്കൊരു മോട്ടിവേഷൻ കിട്ടി. താങ്ക് യു. എനിക്ക് സന്തോഷമുണ്ട്. ഏതെങ്കിലും ഒരു കാലത്ത് ആരെങ്കിലും ഒരാൾ എന്റെ മുമ്പിൽ വന്നിട്ട് ഞാൻ സമാധാനത്തോടെ ഒരു ജോലി ചെയ്ത് ജീവിച്ചു പോകുമായിരുന്നു, തന്റെ ഒരു ഒറ്റ ഇന്റർവ്യൂ കേട്ടപ്പോൾ ഞാൻ രാജിവെച്ചിറങ്ങിയാണ്, ഇപ്പൊ തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയാണ് എന്നെ മുഖത്തൊക്കെ പറയാൻ ഇടവരരുതേ എന്ന് ഞാനും പ്രാർത്ഥിക്കുക. ഒരിക്കലും ഇടവരത്തില്ല, ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. പക്ഷേ അതേ വ്യക്തി തന്നെ വന്നിട്ട് ഞാനന്ന് മറ്റൊരു സാമ്പത്തികമായിട്ടൊരു മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് ഇഷ്ടപ്പെടാത്തൊരു ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കേൾക്കാനിടയിൽ അതിനുശേഷം ഞാൻ ആ ജോലിയൊക്കെ മതിയാക്കി ഇറങ്ങി. ഏകദേശം 12 വർഷം ഞാൻ സ്ട്രഗിൾ ചെയ്തു. ഇപ്പോൾ 14ാമത്തെ വർഷമാണ്. ഇന്ന് ഞാൻ എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പ്രശാന്ത് ഏട്ടാ എന്ന് പറയുമ്പോൾ അതിൽ ഇരട്ടി മധുരമായിരിക്കും. അതെ, അത് സന്തോഷകരമായ കാര്യമാണ്. അതെ, അപ്പൊ ആ സന്തോഷകരമായിട്ടുള്ള കാര്യം എനിക്ക് അതുപോലെ നന്ദി പറയാൻ ചിലരൊക്കെ ഉണ്ടായെന്നിരിക്കും. ചിലപ്പോൾ എന്നെയും ഇതുപോലെ ഈ സത്യം മനസ്സിലാക്കിച്ച് തന്ന ആൾക്കാരുണ്ടാവും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പം അവരെയൊക്കെ ഞാനും നന്ദിയോടെ ഓർക്കുന്നു. പെട്ടെന്ന് ഓർത്ത് പറയാൻ ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ഈ പറയുന്ന സേഫ് സോണിലല്ലാതെ ജീവിക്കുമ്പോൾ നമ്മളെ അംഗീകരിച്ച് നമ്മളുടെ തോളിൽ കൈയിട്ട് നമ്മുടെ കൈ പിടിച്ച് നടന്നിട്ടുള്ള ആൾക്കാരെല്ലാം നമ്മളെ ജീവിതത്തിൽ മോട്ടിവേറ്റ് ചെയ്യുകയും ജീവിതത്തിൽ കൂടെ ചേർക്കുകയും ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് എന്തോരം ആൾക്കാരുണ്ട്. ഇവരൊക്കെ പേരെടുത്ത് പറയാന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്. അവരോടൊക്കെ നന്ദിയോടുകൂടി ഇന്നും പെരുമാറാൻ കഴിയുന്നു എന്നുള്ളതാണ്. അത് അവർക്കറിയാം. അവരെ പേരെടുത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് പേരെടുത്ത് പറയാൻ മറന്നുപോയിട്ടോ ഓർക്കാഞ്ഞിട്ടോ അല്ല, പക്ഷെ അത് അവർക്കറിയാം. മാറ്റമില്ലാതെ തന്നെ കാണുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം. ഒൺസ് അഗെയിൻ ഞാൻ സന്തോഷം അറിയിക്കുകയാണ്. നമ്മളപ്പോൾ ഷോ വൈറ്റ് ചെയ്യാണ്. ഒരുപാട് സന്തോഷം പ്രശാന്ത് ഏട്ടൻ ഇത്രയും നേരം നമ്മളോടൊപ്പം ചെലവഴിച്ചതിൽ. അപ്പോൾ ഇനിയും ഒരുപാട് വിശേഷങ്ങളുമായിട്ട് നമ്മളോടൊപ്പം ഓരോ വ്യക്തികൾ ഇങ്ങനെ ചേരുന്നതായിരിക്കും. അതുവരെ കേട്ടുകൊണ്ടേയിരുന്നുള്ളൂ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. റെഡ് കാർപ്പറ്റ്, എ ഡേ വിത്ത് യുവർ ഫേവറേറ്റ് സെലിബ്രിറ്റീസ്. നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ എത്തുന്നു ആശ്രയ FM 90-ൽ. കേൾക്കാം റെഡ് കാർപ്പറ്റ് സെലിബ്രിറ്റി ചാറ്റ് ഷോയിലൂടെ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ. Stay tuned.